കണ്ണൂർ ചൂളിയാട്ടുള്ള 16-ാം പറമ്പിൽ ബസ് ഇറങ്ങി അവിടുന്ന് ഒരല്പ ദൂരം നടന്ന് അടുവാപ്പുറത്തെത്തി. അടുവാപ്പുറത്തെ അരയാൽ തറയും അതുപോലെ തന്നെ അവിടുത്തെ ക്ഷേത്രക്കുളമെല്ലാം നിങ്ങൾക്കിപ്പം ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. പിന്നീട് ഞങ്ങൾ അവിടെ കണ്ടതെന്ന് വിചാരിച്ചാൽ പാനം തയ്യാറാക്കുന്ന കാഴ്ചയാണ്. വെള്ളം, വെല്ലം, ചുക്കുപൊടി, കാപ്പിപ്പൊടി, ഏലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഭക്തർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പാനം തയ്യാറാക്കുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുന്നത്. ഞാനും ഇത് ഒരുപാട് തവണ കഴിച്ചിട്ടുള്ള ഒരാളാണ്. സൂപ്പർ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തി കൂടിയാണ്. ഇത് കൊടുക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഭയങ്കര തിക്കും തിരക്കുമല്ലായിരിക്കും. അപ്പോൾ അവർ ആ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചതായി നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പം കാഴ്ച, അതായത് പയ്യാവൂർ റൂട്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഓമനക്കാഴ്ച വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാലാണ് ഈ പാനം കൊടുക്കുക. അപ്പോൾ കുംഭം 7-ന് വെച്ചിട്ട് കുംഭം 9-ന് പുറത്തെടുത്ത് വെച്ച കായ്ക്കൊലകളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാം. കായ് വെച്ച കുണ്ടും പഴുത്ത കുലകളും എല്ലാം നിങ്ങളവിടെ കണ്ടു കഴിഞ്ഞു. ഇനി ഈ വയലിലെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു നടത്തം തടത്തിൽ കാവിലേക്കുള്ള യാത്രയാണ്. അവിടെ നിന്നാണ് ഈ കാഴ്ചയുടെ തുടക്കം. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ തടത്തിൽ കാവ്. നൂറ്റാണ്ടുകളുടെ പഴക്കം തന്നെ ഈ കാവിനുണ്ട്. ഇവിടെ നിന്നാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവിടെ നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. കാവിൻ മുറ്റത്ത് നിന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്ന അതിമനോഹരമായ ക്ഷേത്രക്കുളം, അതുപോലെ തന്നെ പഴക്കുലകളെല്ലാം കെട്ടി മനോഹരമായി തയ്യാർ ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ കൂടെ തന്നെ കൃത്യം 10:30 തന്നെ കാഴ്ച പുറപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുക്കങ്ങളും ചിട്ടാവട്ടങ്ങളെല്ലാം പൂർത്തിയായതായി നിങ്ങൾക്ക് കാണാം. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തിലെ അതിപ്രാധാന്യം നിറഞ്ഞ ഒരു ചടങ്ങാണ് ഈ ഓമനക്കാഴ്ച. കാർഷിക സംസ്കാരത്തിൻ്റെ പൊലിമ തുളുമ്പുന്ന ഈ ഒരു ചടങ്ങ് ചൂളിയാട്ടുള്ള തീയ സമുദായക്കാർക്കാണ് പഴക്കുലകൾ കൊണ്ടുപോകുന്നതിനുള്ള അവകാശം. ഒരു വീട്ടിലെ പുരുഷ പ്രജക്ക് 2 വാഴക്കുല വീതമെന്നാണ് കണക്ക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിവെച്ച ഈ ഒരു ആചാരം ഒരു വരദാനം പോലെ കൈമോശം വരാതെ കൊണ്ടാടുകയാണ് ചൂളിയാട് ദേശക്കാർ. ഈ നാടിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള തടത്തിൽക്കാവ്, ചമ്പോച്ചേരിക്കുണ്ട്, മടപ്പുരക്കൽക്കുണ്ട്, നല്ലൂർക്കുണ്ട് എന്നീ 4 സംഘാംഗങ്ങൾ ചേർന്ന് റോഡുകൾ ഉണ്ടെങ്കിലും പരമ്പരാഗത വഴിയായ വയൽ വരമ്പിൽ കൂടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വാഴക്കുലകളുമായി അടുവാപ്പുറം കുണ്ടിലെത്തി അവിടുന്ന് 5 സംഘാംഗങ്ങളും ചേർന്ന് അരയാൽ തറയിലെത്തി മുഴുവൻ ഭക്തരുടെയും അനുഗ്രഹാശിഷുകളോടെ പാനവും കഴിച്ച് ചെറിയ ഒരു വെടിക്കെട്ടോടെ യാത്ര തിരിക്കുന്ന ഓമനക്കാഴ്ചക്കാർ ഇരൂട് പുഴയിലെ സ്നാനവും കഴിഞ്ഞ് 15 കിലോമീറ്റർ ദൂരം പരമ്പരാഗത പാതയിൽ കൂടി സഞ്ചരിച്ച് പയ്യാവൂർ പയറ്റുവയലിലെത്തുന്ന കാഴ്ചക്കാരെ ആനയും അമ്പാരിയുമായി ദേവസ്വം അധികാരികളും നെയ്യമൃതുകാരും എതിരേറ്റ് പയ്യാവൂർ നഗരത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പയ്യാവൂരപ്പന് മുന്നിൽ സമർപ്പിക്കുന്നതാണ് ഓമനക്കാഴ്ചയുടെ പര്യവസാനം. അപ്പോൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാഴ്ച തുടങ്ങിയതും അവർ പുറപ്പെട്ടതെല്ലായിട്ട് നമുക്ക് കാണാം. ഇനി അങ്ങോട്ടേക്ക് വയൽവരമ്പിലെ മനോഹര കാഴ്ചകളാണ്.
4 സംഘാംഗങ്ങളും ചേർന്ന് അടുവാപ്പുറം കുണ്ടിലെത്തി. ഇവിടുന്ന് പ്രത്യേക പൂജകൾക്കെല്ലാം ശേഷം 5 സംഘാംഗങ്ങളും ചേർന്ന് നേരത്തെ പറഞ്ഞ പോലെ അരയാൽ തറയുടെ ഭാഗത്തേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നീങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പം കാണുന്നത്. അങ്ങനെ ഇനി അടുവാപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പാനവിതരണം, അതുപോലെ തന്നെ വെള്ളം വേണ്ടുന്നവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവർ ഭംഗിയായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വാദ്യത്തിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. കാരണം റോഡായതുകൊണ്ട് തന്നെ അവർക്ക് ബാൻഡ് അടിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം കൂടുതലാണ്. ചെണ്ട മാത്രമല്ല, അങ്ങനെയുള്ള വാദ്യത്തിൽ കൂടി ഇവിടുന്ന് കുറച്ച് മാറ്റം വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കുടിവെള്ള വിതരണമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ പാനവിതരണമുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പിന്നെ തുടർന്ന് അങ്ങോട്ടേക്ക് വെടിക്കെട്ടാണ്. കാഴ്ചയൊക്കെ പുറപ്പെട്ട ശേഷം നേരെ ഇളയമ്മയുടെ വീട്ടിലേക്ക്. അവിടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും ആപ്പനും മറ്റു ബന്ധുമിത്രാദികളെല്ലാം കൂടി അടിപൊളിയായിട്ടുള്ള സദ്യ കഴിച്ചു. അതിനുശേഷം കാഴ്ച സമർപ്പണം കാണുന്നതിനായി വൈകിട്ട് ഒരു 4 മണിയോടുകൂടി പയ്യാവൂർ ശിവക്ഷേത്ര സന്നിധിയിൽ എത്തിയപ്പോഴുള്ള തിക്കും തിരക്കും കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുന്നത്. അവിടെ ക്ഷേത്രക്കുളം നിങ്ങൾക്ക് കാണാം. അതിമനോഹരമായ അല്ലെങ്കിൽ അതിപുരാതനമായ ഒരു ക്ഷേത്രക്കുളം തന്നെ പറയാം. ഞങ്ങളവിടെ എത്തുമ്പോൾ തിടമ്പ് നൃത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങളെ കാണിക്കുന്നതാണ്. നമ്മളവിടെ എത്തിയപ്പോൾ ഉത്സവം തീരാറായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയ ഭാഗം നിങ്ങളെ കൂടി കാണിക്കുകയാണ്. പിന്നെ അവിടുത്തെ പ്രസാദമായ ഭസ്മം ആളുകളെല്ലാം കോരിയെടുക്കുന്നതായിട്ടും നിങ്ങൾക്ക് അവിടെ കാണാം. ഇത് വീട്ടിലൊക്കെ സൂക്ഷിച്ചാൽ, നെറ്റിയിൽ അണിഞ്ഞാൽ നല്ലതാണെന്നെല്ലാം പറയപ്പെടുന്നുണ്ട്. അത് ഭക്തർ എല്ലാവരും കൈപ്പറ്റുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നമ്മുടെ സുഹൃത്ത് പ്രദീപൻ, രാജാട്ടൻ, ഇവരെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാം. അടിപൊളിയായിട്ടുള്ള ആ ഒരു മഹോത്സവം കൂടി കണ്ടില്ലേ നിങ്ങൾ? ഓമനക്കാഴ്ച കാണാൻ കാത്തിരിക്കുന്ന മഹാജനങ്ങളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടുകൂടിയാണ് 2 ദേശങ്ങളുടെ സാഹോദര്യവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ ഓമനക്കാഴ്ച എന്ന് പറയുന്നത്. ഭാഷയുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറം ഒത്തൊരുമയുടെ കാഴ്ചയായി 10,000-ങ്ങൾ പയ്യാവൂരിലെത്തുമ്പോൾ വ്യത്യസ്ത ദേശങ്ങളുടെയും ഭാഷയുടെയും സംസ്കാരങ്ങളുടെയും ഒക്കെ സംഗമവേദിയായി പയ്യാവൂർ മാറുമെന്നതാണ് പ്രത്യേകത. കൂടെ ഓമനക്കാഴ്ച സമർപ്പണം കഴിഞ്ഞാൽ കുടകരുടെയും അവർ വന്ന കാളകളുടെയും മടക്കയാത്രയും കാഴ്ചക്കാരെ ഹരം കൊള്ളിക്കുന്ന ഒന്നാണ്.
പോകുന്നതിനെ കാണുള്ളൂ, പിന്നെ അത് നോക്കാം. ഏതായാലും ഇപ്പം കാര്യം കിട്ടൂല. അപ്പോൾ ആ റോട്ടിൽ കറങ്ങി താഴേക്ക് പോയാ റോഡ് സൈഡാക്കിയില്ലേ? ഓമന കാഴ്ച കണ്ടു, കാഴ്ച സമർപ്പണം കണ്ടു, കുടകരുടെ മടക്കയാത്ര കണ്ടു, ജനങ്ങളുടെ കൂടിപ്പിരിയൽ കണ്ടു. മറ്റൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.